ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ചകളിൽ നമ്മുടെ കഥയിലുള്ളൊരു കഥയിലുള്ള നമ്മുടെ ജീവിതത്തെ കൂടി ചേർത്ത് വെക്കാൻ പറ്റുന്ന ജീവിത മുഹൂർത്തങ്ങളെ തിരിച്ചറിയാനും അവയെ കൃത്യമായിട്ട് അവതരിപ്പിക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടുന്ന ഒരു മനോഹരമായ സായാഹ്നമാണ്. അപ്പൊ ഇന്നത്തെ സായാഹ്നത്തില് ജോഷി സാറ് നമ്മളോട് കഥ പറയും. ഇന്ന് നമ്മുടെ 34ാമത്തെ സെഷനാണ് കഥകളുടെ എപ്പിസോഡില്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ജോഷി സാറിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ജോഷി സാർ, യുവർ വെൽക്കം. വളരെ വളരെ നന്ദി, സന്തോഷം. ഒരു നല്ല സായാഹ്നം, അല്പം ചിന്തിക്കാനും എന്റർടൈൻ ചെയ്യാനും ഒക്കെയുള്ള ഉപകാരപ്പെടുന്ന തരത്തിൽ നമുക്ക് ഈ ദിനത്തെയും മാറ്റാം. എല്ലാവരെയും ഈ വർഷത്തിന്റെ ആദ്യത്തെ ചൊവ്വാഴ്ചയല്ല എങ്കിലും ഞാൻ പറയുന്ന ആദ്യത്തെ കഥ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. സന്തോഷം. ഞാൻ 2 കഥ പറയാം എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം സാമാന്യ സമയം ആയേക്കും. 2 കഥയും പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചർച്ചയിലേക്ക് പോകാൻ പറ്റിയത്. ആദ്യത്തെ മറന്നു പോകത്തില്ലായിരിക്കും രണ്ടാമത്തെ വരുമ്പോൾ. 2 കഥകളും 2 ഫ്രെയിമിലുള്ളതാണ്. ഒന്നാമത്തെ കഥ ആരംഭിക്കാം. ഉത്രാട രാത്രി. ദേവു ദേവു എഴുന്നേൽക്കാറായില്ലേ? നാളെ കുട്ടിയോള് വരിയല്ലേ? ഉറക്കത്തിൽ നിന്ന് ദേവയാനി ടീച്ചർ ഞെട്ടി എണീറ്റു. കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. മാഷിന്റെ സ്വരമല്ലേ ആ കേട്ടത്? മൂപ്പര് വന്നു പോയിരിക്കുന്നു. രവീന്ദ്രൻ മാഷിന്റെ ചിത്രം ചുമരിൽ നിന്ന് തന്നെ നോക്കി ചിരിക്കുന്നു. ആ ചിരിച്ചോ ചിരിച്ചോ, എന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോ നിങ്ങൾക്ക് സമാധാനായല്ലോ, ടീച്ചർ പരിഭവിച്ചു. മാഷിനും ടീച്ചർക്കും 2 മക്കൾ. മകനും കുടുംബവും കൊച്ചിയിൽ, മകൾ തിരുവനന്തപുരത്തും. 2 മക്കളിലുമായി പേരക്കുട്ടികൾ 4. ഓണാവധിക്ക് അമ്മയെ കാണാൻ വരുന്നു എന്ന് അറിയിപ്പ് കിട്ടിയപ്പോൾ മുതൽ ദേവയാനി ടീച്ചർ ഒരുക്കങ്ങൾ ആരംഭിച്ചു. രവീന്ദ്രൻ മാഷിന്റെ മരണത്തിന് ശേഷം അവർ തീർത്തും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. ഭർത്താവിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ട് എവിടെയും പോകാൻ അവർ താല്പര്യപ്പെട്ടില്ല. കുളത്തിൽ പോയി നന്നായൊന്ന് മുങ്ങിക്കുളിച്ചു. കുട്ടികൾക്ക് വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയും ഉണ്ടാക്കി വയ്ക്കണം. ആ നാണു വന്നാൽ മാവില് നല്ലൊരു ഊഞ്ഞാല് കെട്ടിക്കണം. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണാവോ? പട്ടണത്തില് ജനിച്ചു വളർന്നവരല്ലേ. കലവറയിൽ വെട്ടിവെച്ച നേന്ത്രക്കുല പഴുത്തിട്ടില്ല. നല്ല മൂത്ത കായാണ്. കായ വറുത്തതിനും ശർക്കര വരട്ടിക്കും ഇത് മതി. പായസത്തിന് അടയുണ്ടാക്കണം. നാണിത്തള്ള വന്നാൽ ഒരു സഹായ ആയേനെ. അതെങ്ങനെയാ? ആവശ്യ നേരത്ത് ആരും ഈ വഴി വരില്ലല്ലോ. മുറ്റത്തൊരു കാൽപെരുമാറ്റം കേട്ട പോലെ. ആരാ അത്? നാണിത്തള്ളയാണോ? ഞാനാ ടീച്ചറെ. ആ നാണുവോ? നിന്നെ ഇപ്പൊ നിരീക്ഷിച്ചതേ ഉള്ളൂ. ആ മാവില് നല്ലൊരു ഊഞ്ഞാല് കെട്ടണം. കുട്ടികളൊക്കെ നാളെ എത്തും. ദാ ആ കയറെടുത്തോളൂ. കഴിഞ്ഞ ഓണത്തിന് വന്നുപോയ മക്കളാ. പിന്നെ വരുന്നത് ഇപ്പോഴാണ്. വല്ലപ്പോഴും ഒരു ഫോൺ വിളി. പറഞ്ഞിട്ട് കാര്യമില്ല, അവരും തിരക്കിലല്ലേ. ആരോട് പറയാനാ? അനുഭവിക്കുക തന്നെ. ആർക്കും ഭാരമാവാണ്ട് എന്റെ മാഷിന്റെ അടുത്തേക്ക് പോയാൽ മതിയായിരുന്നു. നാണുവോ? ആ ഇടത്ത് ഭാഗത്തെ കൊമ്പിൽ കെട്ടിക്കോ. നല്ലോണം കെട്ടണം കേട്ടോ. ഞാൻ ഉറപ്പിച്ചു തന്നെ കെട്ടും ടീച്ചറെ. ഈ ആ നാണിത്തള്ളേനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയണം കേട്ടോ.
പെൻഷൻ വന്നില്ല നാണുവേ, ഇത് വന്നിട്ട് വേണം നിങ്ങൾക്ക് രണ്ടാൾക്കും എന്തേലും തരാൻ. ഒന്നും വേണ്ട എന്റെ ടീച്ചറെ, നിങ്ങൾ തരുന്ന ഭക്ഷണം തന്നെ ഞങ്ങൾക്ക് എന്നും ഓണാണ്. മുറ്റത്തെ പുല്ലൊക്കെ വൃത്തിയാക്കി പൂത്തറയിൽ ചാണകം മെഴുകി മക്കളെയും കാത്ത് ദേവയാനി ടീച്ചർ രാവിലെ തന്നെ കോലായിൽ ഇരിപ്പുറപ്പിച്ചു. ചെമ്പരത്തിയും കോളാമ്പിയും വേണ്ടുവോളമുണ്ട് തൊടിയിൽ. കുട്ടികൾക്ക് സന്തോഷാവും. നാണിത്തള്ളയുടെ സഹായത്തോടെ അടുക്കളയിലെ സദ്യവട്ടമൊക്കെ ഒരുക്കി കഴിഞ്ഞു. പ്രാതലിന് ഇലയടയും പാത്രത്തിലാക്കി മക്കളുടെ വരവും കാത്ത് അവർ ഇരുന്നു. വയലിനക്കരെയുള്ള റോഡിലൂടെ 2 കാറുകൾ പാഞ്ഞു വരുന്നുണ്ട്. ഇതവര് തന്നെയാകും. മുത്തശ്ശി! മക്കൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ടീച്ചറുടെ മനസ്സ് നിറഞ്ഞു. പോയി കുളിച്ചിട്ട് വാ മക്കളെ, മുത്തശ്ശി ചായ ഉണ്ടാക്കാം. മകനും ഭാര്യയും വലിയ ഗൗരവത്തിലാണ്. അമ്മയ്ക്ക് സുഖമില്ലേ? മകളുടെ സുഖാന്വേഷണമാണ്. മക്കളെ, നിങ്ങളെല്ലാം കുളിച്ചിട്ട് വാ, യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടാവൂലേ? കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ച് ചായ കുടിക്കാനിരുന്നു. നിങ്ങൾ കുറച്ച് ദിവസം ഉണ്ടാവില്ലേ മക്കളെ? ഇല്ലമ്മ, ഞങ്ങൾക്ക് പോയിട്ട് ഒത്തിരി പണിയുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ തിരിക്കണം. അവിടെ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ ചുമതല എനിക്കാണ്. മകളുടെ തിരക്ക് കേട്ട് തളർന്നിരുന്ന ദേവയാനി ടീച്ചർ പ്രതീക്ഷയോടെ മകന് നേരെ നോക്കി. ഇല്ലമ്മ, നാളെ ദുബായില് ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാനുള്ളതാ. എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം. നിറഞ്ഞ കണ്ണുകൾ മക്കൾ കാണാതിരിക്കാൻ അവർ പാടുപെട്ടു. അമ്മയ്ക്ക് എന്താ ഞങ്ങളുടെ കൂടെ വന്നാല്? വേണ്ട മക്കളെ, നിങ്ങളൊക്കെ വലിയ തിരക്കുള്ളവരല്ലേ. ഞാൻ കൂടി വന്നാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും. പ്രാതലും കഴിഞ്ഞ് കുട്ടികൾ ഊഞ്ഞാലാട്ടവും പൂവിടലും ഒക്കെ ചെയ്യുന്നു. എന്റെ മക്കൾ ചെറുതായിരുന്നപ്പോ ഈ മുറ്റം ഇങ്ങനെ ബഹളമയമായിരുന്നു. എല്ലാ ഓണക്കാലത്തും ചോറ് വയ്പും പച്ചടി ഉണ്ടാക്കലും പപ്പടം പൊരിക്കലും കഴിഞ്ഞ് എല്ലാവർക്കും ഇലയിട്ടു. ഉത്രാടത്തിന് തന്നെ നല്ല സദ്യ വിളമ്പി. മക്കൾ വയറ് നിറച്ച് കഴിക്കുന്നത് നോക്കി ആ അമ്മ നിർവൃതി അടഞ്ഞു. ഇനി എന്നാ ഈ വീടൊന്ന് ഉണരുക? മകന്റെ 15കാരി മകൾ അച്ചമ്മയ്ക്ക് വിളമ്പിക്കൊടുത്തു. എന്നാൽ ദേവയാനി ടീച്ചർക്ക് ഭക്ഷണം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. കഴിച്ചെന്ന് വരുത്തി അവർ എഴുന്നേറ്റു. വൈകുന്നേരത്തോടെ കടമയും തീർത്ത് മക്കൾ വന്ന പോലെ തിരിച്ചുപോയി. ഉത്രാട ദിനത്തിലെ ആ സന്ധ്യ അവരെ വല്ലാതെ ഭയപ്പെടുത്തി. ഒറ്റപ്പെടൽ മരണത്തെക്കാൾ ഭയാനകമാണെന്ന് അവർക്ക് തോന്നി. ദേവു, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഈ വീടും നിന്നെയും വിട്ട് ഞാൻ എവിടെയും പോകില്ല. ഒരു തണുത്ത കൈ തന്റെ നെറ്റിയിൽ സ്പർശിച്ചപ്പോൾ അവർ ഞെട്ടിയെണീറ്റു. മൂപ്പര് പിന്നെയും വന്നിരിക്കുന്നു. മാഷ് കൂടെ ഉണ്ടെന്ന ആശ്വാസത്തോടെ അവർ സ്വസ്ഥമായി കിടന്നുറങ്ങി. ആദ്യത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. ദിവസം തുടങ്ങുമ്പോൾ രമാദേവി മാം തന്റെ ഹസ്ബൻഡിന്റെ മരണത്തെക്കുറിച്ചും അവരുടെ അമ്പലത്തിലെ ഇലയടയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഏതാണ്ട് ചില കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് സ്പർശ്യമാണ്. ഈ കാലഘട്ടത്തിന്റെ ചില നോവും നൊമ്പരവും ഇവിടെയുണ്ട്. തലമുറകളുടെ തിരക്ക്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷിക്കാൻ പഴയവർക്ക് ഒത്തിരി താല്പര്യം, പുതിയവർക്ക് പലപ്പോഴും നേരമുണ്ടാകുന്നില്ല. എന്നാൽ എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോഴുണ്ടാകുന്ന ഒരു നൊമ്പരം ഇതിൻ്റെ അകത്തുണ്ട്. തൻ്റെ പ്രിയതമൻ
തന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യം ഉത്തമ കുടുംബിനികൾക്ക്, നല്ല കുടുംബ മൂല്യത്തിന് കുറെയൊക്കെ ഒരുപക്ഷെ ശക്തിയും സന്തോഷമോ അല്ലെങ്കിൽ ധൈര്യമോ ഒക്കെ പകരുന്നുണ്ടാകും. ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ പൊരുളൊന്നും മറന്നു പോകാതെ സൂക്ഷിച്ചു വയ്ക്കുക. ഇതിനോട് വലിയ സാമ്യമില്ലാത്ത മറ്റൊരു കഥയാണ് അടുത്ത പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചർച്ചയിലാണ് ഇതിൻ്റെയൊക്കെ കുറെ അധികം ധന്യത കൈവരുത്തേണ്ടത്. അതിന് നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. എന്നാൽ അടുത്ത കഥയോടെ പറഞ്ഞിട്ട് മതിയാവും എന്നെനിക്ക് തോന്നുന്നു. മതിയോ? മതി സാർ, മതി മതി. ഓക്കെ. അടുത്ത കഥയുടെ പേര്, ആദ്യത്തെ കഥയുടെ പേര് ഉത്രാട രാത്രിയായിരുന്നു. രണ്ടാമത്തെ കഥയുടെ പേര് ബുദ്ധൻ ഒരു ചാട്ട. പഞ്ചേന്ദ്രിയങ്ങൾ ഓരോന്നിനെയും ഗാഢമായി ധ്യാനിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കി നിർവാണം നേടുന്നതിനെ കുറിച്ച് ഒരു ആർഹതൻ ബുദ്ധനോട് ചോദിച്ചു. മൗന മധുഹാസത്തോടെ ബുദ്ധൻ ആ ചോദ്യം ശാരീപുത്തന് കൈമാറി. എന്തുണ്ട് പറയാൻ? ശാരീപുത്തൻ പറഞ്ഞു, ഇന്ദ്രിയങ്ങൾ ഓരോന്നിനെയും ഗാഢമായി ധ്യാനിച്ച് നിർവാണത്തിലേക്ക് എത്താനാവുമെന്ന് പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നത് അത് ബുദ്ധൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടല്ല. അനുഭവത്തിൽ എനിക്കത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതിനാലാണ്. സ്വന്തമായി സാക്ഷാത്കരിക്കാൻ കഴിയാത്തവരാണ് മറ്റുള്ളവർ പറഞ്ഞത് അങ്ങനെ തന്നെ അംഗീകരിച്ച് പ്രമാണമായി കൊണ്ടു നടക്കുന്നത്. ബുദ്ധന് മുന്നിൽ വെച്ച് ശാരീപുത്തൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഭിക്ഷുക്കൾ വിവർണരായി. ശാരീപുത്തന് ബുദ്ധനെ വലിയ മതിപ്പൊന്നുമില്ലേ? അദ്ദേഹം സ്വയം ബുദ്ധനാവുകയാണോ? അവർ ആശങ്ക കൊണ്ടു. അപ്പോൾ ഒന്നുകൂടി മധുഹാസത്തോടെ ബുദ്ധൻ പറഞ്ഞു, ബുദ്ധനോ മറ്റാരെങ്കിലുമോ പറഞ്ഞു എന്നതുകൊണ്ടല്ല ഒന്നും പ്രമാണമാകേണ്ടത്. ഓരോന്നിന്റെയും വാസ്തവം അവരവർക്കു തന്നെ ബോധ്യപ്പെടുകയാണ് വേണ്ടത്. ബുദ്ധൻ ശാരീപുത്തനോട് പറഞ്ഞു, ഓർക്കുന്നില്ലേ ആനന്ദൻ ഭിക്ഷുമഠത്തിലേക്ക് കൊണ്ടുവന്ന ആ യുവാവിന്റെ കഥ? ശ്രാവസ്തിയിൽ നഗരത്തിന് പുറത്തെ ഒരു തെരുവിൽ വെച്ചാണ് ആനന്ദൻ ആ യുവാവിനെ കണ്ടത്. നടക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ഒരാൾ. യൗവനത്തിന് അതിന്റെ ശോഭകളൊന്നും പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം ദുർബലമായ ശരീരം, കീറിപ്പറഞ്ഞ് മലീമസമായ വസ്ത്രങ്ങൾ. ആനന്ദൻ ആദ്യം അയാൾക്ക് തന്റെ പങ്ക് ഭക്ഷണം നൽകി. പിന്നെ അയാളെ കൂട്ടി ഇരപ്തി നദിയിലേക്ക് നടന്നു. ഇരപ്തിയുടെ കടവിലിറങ്ങി അയാൾക്കൊപ്പം കുളിച്ചു. യുവാവിന്റെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ പുഴവെള്ളത്തിൽ കഴുകി ഉണക്കാൻ അയാൾക്കൊപ്പം കൂടി. പിന്നെ ആനന്ദന്റെ മേൽവസ്ത്രം അയാൾക്ക് ഉടുപുടവയായി നൽകി. അവർ വിഹാരത്തിലേക്ക് നടന്നു. അവിടെ അയാൾക്ക് പുതിയ വസ്ത്രങ്ങളും ഭക്ഷണവും ഉറങ്ങാൻ ഒരിടവും നൽകി. എന്തിനാണ് തന്നെ വിഹാരത്തിലേക്ക് കൂട്ടിയതെന്ന് അയാൾ ചോദിച്ചപ്പോൾ ആനന്ദൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ വെയിലത്തായിരുന്നല്ലോ, ഇവിടെ സ്വച്ഛ ശീതളമായ തണലുണ്ട്. മൂന്നാം ദിവസം അയാൾ ആനന്ദനെ തേടിപ്പിടിച്ച് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭിക്ഷുവായി ചേരണം. അപ്പോഴും ആനന്ദൻ പുഞ്ചിരിച്ചു. അങ്ങനെ ആ യുവാവ് ധർമ്മസംഘത്തിൽ ചേർന്നു.
അപ്പോഴും അയാൾ തന്റെ പഴയ കീറ വസ്ത്രങ്ങളും വക്കു പൊട്ടി അടർന്ന ഭിക്ഷാപാത്രവും ഉപേക്ഷിച്ചില്ല. അവ ഒരു മരത്തിന്റെ ചുവട്ടിലായുള്ള ചെറിയൊരു പോടിന് ചേർത്ത് കെട്ടിവെച്ചു. ഇടയ്ക്കൊക്കെ മനസ്സിന് ചാഞ്ചല്യമുണ്ടാകുമ്പോൾ അയാൾ ആ മരത്തിനടുത്തേക്ക് പോകും. ഒരു ധ്യാന വിഷയം എന്നോണം അയാൾ തന്റെ ഭൂതകാല ദുരിതങ്ങളെ പാലിച്ചുകൊണ്ടിരുന്നു. എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നവരോട് എന്റെ ഗുരുവിനെ കണ്ടു വന്ദിക്കാൻ പോകുന്നു എന്നാണ് അയാൾ പറയാറുണ്ടായിരുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ അയാൾ ആ പഴയ കുപ്പായത്തിന്റെയും പാത്രത്തിന്റെയും അടുത്തേക്ക് പോകാതായി. അവയെ ആശ്രയിച്ചുള്ള ധ്യാന മനനങ്ങളിലൂടെ ആ യുവാവ് അതിവേഗം ആർഹത പദവിയിലേക്ക് ഉയർന്നു. ഇപ്പോൾ താങ്കൾ ഗുരുവിനെ കാണാൻ പോകാറില്ലല്ലോ എന്ന് അന്വേഷിച്ചവരോട് അയാൾ പറഞ്ഞു, ആ പടവ് കയറാൻ നമുക്ക് ഗുരുവിന്റെ കൈത്താങ് വേണം. അത് മതി. ഇപ്പോൾ എനിക്ക് ഗുരുവിന്റെ ആവശ്യമില്ല. ചാട്ട തൊട്ടാൽ മതി കുതിരകൾ കുതിച്ചു പായാൻ. അവയുടെ കുതിപ്പല്ല, ശിക്ഷയുമല്ല ആ ചാട്ട. അതൊരു പ്രേരകം മാത്രം. അതാണ് ഗുരുവും ബുദ്ധനും അത്ര തന്നെ. രണ്ടാമത്തെ കഥയും ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പല ദിവ്യന്മാരുടെ അനുചരന്മാരും ഒക്കെ ഉള്ള ഈ ഭൂമിയിൽ യഥാർത്ഥ സ്പിരിച്വാലിറ്റി, യഥാർത്ഥ പിന്തുടരൽ, ഇതൊക്കെ സൂചിപ്പിക്കാൻ ഒരുപക്ഷെ ഈ കഥ ഉപകാരപ്പെടുന്നുണ്ടാകും. തീർച്ചയായിട്ടും ഇനിയും വളരെ ഗൗരവമായ ചർച്ച നടക്കട്ടെ. അതേ തുടർന്ന് ഇതിന് പൂർണ്ണരൂപം കൈവരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ജോഷ് സാറ് 2 കഥകൾ പറഞ്ഞു. 2 കഥകളിലും തീർച്ചയായിട്ടും 2 പ്രമേയങ്ങളാണ്. അതിൽ ആദ്യത്തെ പ്രമേയം എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടലിന്റെ സാഹചര്യങ്ങളെ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്ന, ആ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെ എങ്ങനെ നേരിടാനുള്ള ആ അദൃശ്യമായ ശക്തിയുടെ പവറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, രണ്ടാമത്തെ കഥ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള പ്രേരക ശക്തിയായി എങ്ങനെ ഗുരു മാറുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരിക. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും ചർച്ചയിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു രാജീവ് ഫിലിപ്പ് സാർ രണ്ടും കേട്ടു എന്ന് തോന്നുന്നു അല്ലെ? 2 കഥകൾ. ഇല്ല സാറേ, ഞാൻ ആദ്യത്തെ കഥയെ കേട്ടു. ഓക്കെ, എന്നാൽ ഞാൻ റോയ് സാറിനെ വിളിക്കാം. അതിന് ശേഷം സാറിനെ വിളിക്കാം. റോയ് സാർ പറയും. ഈ രണ്ടാമത്തെ കഥ അങ്ങ് ഇതാകെ പറ്റിയില്ല. അതൊരു ആദ്യത്തെ കഥ പറഞ്ഞോളൂ സാർ. നമുക്ക് രണ്ടാമത്തെ കഥ പറയാം. ആദ്യത്തെ കഥ രവീന്ദ്രൻ മാസ്റ്ററുടെയും ഭാര്യ ദേവയാനിയുടെയും കഥയാണ്. ഓക്കെ, അപ്പോ മരിച്ചുപോയ രവീന്ദ്രൻ മാഷും ഏകയായി ജീവിക്കുന്ന ദേവയാനി ടീച്ചറുമാണ് കഥാപാത്രങ്ങൾ. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ മാതാവിൻ്റെ ഒരു പ്രതീക്ഷയും ആ പ്രതീക്ഷ അസ്ഥാനത്താവുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം തരണം ചെയ്യാൻ ആയ കാലത്ത് തന്നോടൊപ്പം ജീവിച്ചിരുന്ന തൻ്റെ ഭർത്താവിൻ്റെ സ്മരണകളോടെ കഴിയുകയാണ് നല്ലത് എന്ന് തോന്നുന്ന ഒരു ഭാഗമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാധാരണ രീതിയിൽ ഞാനും ഇതൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തില് വെക്കേഷൻ കാലഘട്ടങ്ങളിൽ ഈ ഓണാവധിയിലും മറ്റുമൊക്കെയാണ് ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവും. അവിടെ വേറെ എല്ലാവരും പോകും, പെൺമക്കൾ മാത്രമേ ഉള്ളൂ. എങ്കിൽ ഈ വെക്കേഷന് മക്കൾ വരുമ്പോഴാണ് അവർ സന്തോഷിക്കുന്നത്. അപ്പോ വരുമ്പോൾ തന്നെ പോകുന്ന എന്നാന്ന് ചോദിക്കും ആദ്യം തന്നെ.
അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എത്ര ദിവസം കാണും, എന്നിട്ട് ഓരോ ദിവസവും നൽകേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ അതിൽ ചില കാര്യങ്ങളും കൂടി തയ്യാറാക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ 2 ദിവസം കൂടെ കഴിഞ്ഞ് പോയാൽ പോരെ എന്ന് ചോദിക്കും. കാരണം ആ പരിപാടികളൊക്കെ നേരെയാക്കാൻ വേണ്ടി. അപ്പോ ഇതൊക്കെ ഒരു അവർക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എങ്കിലും നമ്മളുടെ അസൗകര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ സൗകര്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോവുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാകുന്ന, അതായത് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ശരിക്ക് വരച്ച് കാണിക്കുന്ന ഒരു കഥയായിരുന്നു ഈ ഉത്രാട രാത്രി. അപ്പോ മിക്കവാറും ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ സീസണിൽ എല്ലാവരെയും ഒത്തുകൂടും കാണാൻ പറ്റും എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഉത്സവ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ സന്തോഷം. കാരണം വേണ്ടപ്പെട്ടവരും മക്കളും ഒക്കെ വന്ന് ഒരു ഗെറ്റ് ടുഗദറിനുള്ള അവസരം വരുന്നു എന്നുള്ളതാണ് ഈ ഇതുപോലെയുള്ള വെക്കേഷനും ഹോളിഡേ അല്ല ഈ ഓണാഘോഷവും ക്രിസ്മസിനും ഒക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ മറ്റുള്ള ചടങ്ങുകളേക്കാൾ കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അത് ഒന്ന് വരച്ചു കാണിക്കാൻ ഈ ഉത്രാട രാത്രി എന്ന കഥ വളരെയധികം ഉപകരിച്ചു. ഇതാണ് എനിക്ക് അത് പറയാൻ പറ്റിയത്. പിന്നെ പ്രമാണമാകേണ്ടത് അവരവർക്ക് ബോധ്യപ്പെടുമ്പോഴാണ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ആണെങ്കിൽ അത് ശരിക്കും അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റിയില്ല. സാറ് പെട്ടെന്നങ്ങ് പറഞ്ഞു പോയത് കൊണ്ടാണോ അധികം ഷോർട്ടാ എന്താണോ എനിക്കത് ഇത് കിട്ടിയില്ല. എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ശരിക്കും പിള്ളേർ അവധിക്ക് വരുമ്പോൾ എനിക്ക് സമയമില്ല, എനിക്ക് വേറെ കുറെ യാത്രകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേറൊരു സമയത്ത് വന്നാൽ മതി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമായി മാറിക്കഴിഞ്ഞു. ഈ സമയത്ത് തിരക്കാണ്, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കൂട്ടുകൂടിയൊക്കെ പലയിടത്തും പോകുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തേക്ക് ആളുകൾ മാറി തുടങ്ങി. കൂട്ടുകൂടി യാത്ര ചെയ്യാനും ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് ഇതുപോലെ കൂട്ടായ്മകളിലൂടെയൊക്കെ സ്വന്തമായി യാത്ര ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരമാണ് എന്ന് വേണം നമുക്ക് ചിന്തിക്കാം. എന്നാലും രാജീവ് സാർ ഇവിടെ പറയട്ടെ. ഓക്കെ, താങ്ക് യു സാർ. ഉത്രാട രാത്രി എനിക്ക് തോന്നുന്നത് ആദ്യത്തെ കഥ രണ്ടാമത്തെ കഥ ആദ്യം പറയേണ്ടതായിരുന്നു. ആദ്യത്തെ കഥ കുറച്ച് അത്ര ജീവിതഗന്ധിയായി തോന്നിയില്ല. അതേസമയം ഒന്നാമത്തെ കഥ വളരെ ജീവിതഗന്ധി, വളരെയധികം നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഗൃഹാതുരത്വം ഉണർത്തുന്നതായിരുന്നു. ഞാൻ കുറച്ച് യാത്ര ചെയ്തിട്ട് ഇപ്പൊ ഒന്ന് കയറിയതേ ഉള്ളൂ, ഇപ്പല്ല, കഥ തുടങ്ങുന്ന തൊട്ട് മുമ്പ് ഒന്ന് കയറിയേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ക്ഷീണമായി പോയി. അതുകൊണ്ട് രണ്ടാമത്തെ കഥ എനിക്ക് കേൾക്കാൻ പറ്റായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത് മനസ്സിരുത്തി കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ തിരിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നെന്ന് എനിക്ക് ചിന്തിക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ അല്പം ക്ഷീണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഗൃഹാതുരത്വം നിറഞ്ഞതായ കഥകൾ അല്ലെങ്കിൽ ജീവിതഗന്ധിയായ കഥകൾ തീർച്ചയായിട്ടും നമ്മൾ ചെവി കൂർപ്പിച്ച് കേൾക്കും. നമ്മുടെ എല്ലാ ചിന്തകളും എല്ലാ ശ്രദ്ധയും അതിലേക്ക് കടന്നു വരും. ഇന്ന് ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ കുറവാണെങ്കിൽ പോലും ഈ പഴയ അനുഭവങ്ങൾ കൊണ്ടുവന്നപ്പോൾ ജോഷി സാറ് ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വളരെ ആകർഷകമായിട്ട് തോന്നി, വളരെയധികം ജീവിതഗന്ധിയായി തോന്നി. അത് ആ കഥ തീർന്നു പോയല്ലോ എന്നൊരു തോന്നലുണ്ടായി. കാരണം അത്രയധികം രസിച്ച്, അത്രയധികം ആസ്വദിച്ച് അതിൻ്റെ അതിൻ്റെ രസം മുറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേവയാനിയും മരിച്ചുപോയ ഭർത്താവും തമ്മിലുള്ളതായ ഊഷ്മളമായ ബന്ധം, ഒരു കാലത്തുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധം ഇപ്പോഴും അത് നിലനിർത്തി പോരുന്നതായിട്ടുള്ള അവസ്ഥയോടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ താൻ പ്രതീക്ഷയോടെ കാത്തിരുന്നതായ മക്കള് അവര് ഒന്ന ദിവസം തന്നെ മടങ്ങിപ്പോകുന്ന ഏറ്റവും നിരാശാജനകമായ ഒരു ചിത്രം. അത് തമ്മിൽ വലിയൊരു കോൺട്രഡിക്ഷനാണ്, അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ആണ്. തീർച്ചയായിട്ടും അത് ഇപ്പോഴും നമ്മുടെ കഥയിലെ ഇതുപോലെയുള്ളതായ വൈരുദ്ധ്യങ്ങളും അല്ലെങ്കിൽ ധർമ്മ സങ്കടനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ രസകരമായി തീരും.
അപ്പോൾ ഈ ഇന്നത്തെ തലമുറ എപ്പോഴും ബിസിയാണ്, എപ്പോഴും അവർക്ക് തിരക്കാണ്. അതുകൊണ്ട് അവർക്ക് മാതാപിതാക്കളോട് ചേർന്ന് ചിലവഴിക്കാൻ സമയം ഇല്ല. നമ്മളൊക്കെ ചിന്തിക്കേണ്ടതായ കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കളോടുകൂടി അല്പം സമയങ്ങളിൽ ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം മറ്റൊന്നും വേണ്ട, അവരോട് സംസാരിക്കുവാൻ അല്പം സമയം കണ്ടെത്തണം. ആരാണ് എന്നോട് സംസാരിക്കാനുള്ളത് എന്ന ചിന്തയിൽ അവരിയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അവരോട് സംസാരിക്കുകയും ചെയ്യാതെ പെട്ടെന്ന് കടന്നു പോകുന്നത് തീർച്ചയായും അവർക്ക് വലിയൊരു ദുഃഖമായിരിക്കുമെന്ന് നമ്മളിവിടെ കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഉത്രാട രാത്രി തിരുവോണം വന്നില്ല. തിരുവോണത്തിന് മുമ്പായിട്ട് തന്നെ അവരുടെ തിരുവോണത്തിന്റെ ആഘോഷം കഴിഞ്ഞുപോയി. തിരുവോണ നാളിൽ അവർ മടങ്ങി പോവുകയാണ് ചെയ്തു. തീർച്ചയായിട്ടും യഥാർത്ഥമായ തിരുവോണത്തിന്റെ ആഘോഷം പോലും ചെയ്യാനായിട്ട് ആഘോഷം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ ദേവയാനിയും ഭർത്താവിന്റെ പേര് മറന്നുപോയി, മരിച്ചുപോയ ഭർത്താവ് രവീന്ദ്രൻ. മരിച്ചുപോയി. എന്നാൽ ആ ദേവയാനി തന്റെ ഓർമ്മയിലൂടെ ഭർത്താവിനെ നമുക്ക് വളരെയധികം മിഴിവോടുകൂടി വരച്ചു കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കഥ പറഞ്ഞ രീതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ജോഷി സാർ വളരെ ജീവസുറ്റതായിട്ട് ഈ കഥ പറഞ്ഞു. കാരണം വോയിസ് മോഡുലേഷൻ നന്നായിട്ട് ഉപയോഗിച്ചു. വോയിസ് മോഡുലേഷനാണ് കഥ പറച്ചിലിന്റെ ഏറ്റവും വലിയ ഭാഗം നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഒരു പ്രസംഗം പറയുമ്പോൾ വോയിസ് മോഡുലേഷൻ ഉപയോഗിക്കുന്ന പോലെ ആ പ്രസംഗത്തിൽ എപ്പോഴും നമ്മൾ കഥകൾ പറയാറുണ്ട്. ആ കഥകൾ വോയിസ് മോഡുലേഷനിൽ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും കഥകൾ ഒരിക്കലും നമ്മൾ മറക്കുകയില്ല. ഈ കഥകൾ പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒരു ഭാഗമാണ് ഏറ്റവും പ്രധാനമുള്ള ഭാഗമാണെന്ന് മാത്രം ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് കഥ പറയുവാനായിട്ട് നമുക്ക് ഈ പഠിക്കണം. നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ ജോഷി സാറിന്റെ ഈ ജീവസുറ്റതായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതഗന്ധിയായിട്ടുള്ള വിവരണം, കഥാ പറച്ചില് നമുക്ക് എല്ലാവർക്കും മാതൃകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജോഷി സാറിനെ പ്രത്യേകമായി അനുബോധിച്ചുകൊണ്ട് ഇങ്ങനെയൊരു അവസരം ഉണ്ടാക്കിയ സാബു സാറിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യത്തെ കഥയുടെ വൈകാരികതയിൽ രണ്ടാമത്തെ കഥ അലിഞ്ഞുപോയി ജോർജ് സാർ. പക്ഷെ രണ്ടാമത്തെ കഥ വളരെ വളരെ മനോഹരമായ ഒരു കഥയാണ്. അതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ട്. ഒരു ഗുരുവും ചാട്ടയും തമ്മിലുള്ള കണക്ട് എന്താണ് അതിനുള്ള സാമ്യം എന്നാണ്. ഈ രണ്ടാമത്തെ കഥ വേണം ഞാൻ ഒരിക്കൽ കൂടി പറയാൻ വേണമെങ്കിൽ കേട്ടോ. അതെ, വേറെ പറഞ്ഞോളൂ സാർ. സമയമുണ്ട്. കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഞാൻ ഈ രണ്ട് കഥകളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഞാനിത് രാജു സാറ് പറഞ്ഞ പോലെ ഇത് തലതിരിച്ചാണ് പറയാൻ ഒരുങ്ങിയത്, ആഗ്രഹിച്ചു വന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ആനുഷംഗികമായി ഈ കഥ പറച്ചിൽ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ രമാപതി മാം ഈ ഹസ്ബൻഡിന്റെ കാര്യവും അമ്പലത്തിലെ കഥയും ഒക്കെ പറഞ്ഞപ്പോൾ എന്നാ ഒരു ചെറിയ പ്രമേയമൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആ കഥ എടുത്ത് ആദ്യം വെച്ചു. രണ്ടാമത്തത് രണ്ടും രണ്ട് തരം. സാറേ ഒരു മിനിറ്റ്. ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ട്, റിട്ടയർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് എന്റെ കൂടെ ഇപ്പൊ ഉണ്ട്. ഹസ്ബൻഡിന്റെ കസിനാണ് മരിച്ചത്. ഓ വെരി ഗുഡ്. ഓക്കെ. എനിക്ക് ഇതിന്റെ കഥാകൃത്തിനെ പിടികിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പൊ രമാവതി മാം സോറി കേട്ടോ, എനിക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് കുഴപ്പമില്ല സാറേ. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തലതിരിച്ച് പറഞ്ഞത് എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ, ഏതായാലും കൊള്ളാം. എനിക്ക് പറയാനുള്ളത് ഈ കഥ ഒരിക്കൽ കൂടി മറ്റത് പറഞ്ഞതിന് ശേഷം പറയാം. ഇത് രണ്ടും രണ്ട് ആംഗിളിലുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. വലിയ സാമ്യമില്ലാത്ത രണ്ട് ആംഗിളുമാണ്. പക്ഷേ ഈ രണ്ടാമത്തെ കഥ ബുദ്ധൻ ഒരു ചാട്ട എന്ന് പറയുന്നതിൻ്റെ അകത്ത് കുറെ അധികം നല്ല ഫിലോസഫി ഉണ്ട്. പ്രത്യേകിച്ച് ഈ കാലയളവിൽ പലരും ഇപ്പം നമ്മുടെ ഭക്തി വർദ്ധിക്കുന്നത് പോലെയും ആചാരങ്ങൾ വർദ്ധിക്കുന്നത് പോലെയും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അതിന്മേലൊക്കെ ഉള്ള ഒരു ചിന്തയ്ക്ക് വഴിമരുന്നിടുന്നതാണ്
അതിനെയൊക്കെ ഒരു വിമർശന ബുദ്ധിയാ കാണാൻ അല്ലെങ്കിൽ യഥാതഥം വീക്ഷിക്കാൻ ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നി. ഇനി നിങ്ങൾ ആ ഒരു ഡയമെൻഷനിൽ ഇരുന്നുകൊണ്ട് അതിനെ ഒന്ന് കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി പെട്ടെന്ന് അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റിയേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ബുദ്ധൻ ഒരു ചാട്ട എന്നുള്ളത് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. പഞ്ചേന്ദ്രിയങ്ങൾ ഓരോന്നിനെയും ഗാഠമായി ധ്യാനിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കി നിർവാണം നേടുന്നതിനെ കുറിച്ച് ഒരു ആർഹതൻ ബുദ്ധനോട് ചോദിച്ചു. മൗന മധുഹാസത്തോടെ ബുദ്ധൻ ആ ചോദ്യം ശാരീപുത്തന് കൈമാറി. എന്തുണ്ട് പറയാൻ? ശാരീപുത്തൻ പറഞ്ഞു, ഇന്ദ്രിയങ്ങൾ ഓരോന്നിനെയും ഗാഠമായി ധ്യാനിച്ച് നിർവാണത്തിലേക്ക് എത്താനാവുമെന്ന് പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നത് അത് ബുദ്ധൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടല്ല. അനുഭവത്തിൽ എനിക്കത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതിനാലാണ്. സ്വന്തമായി സാക്ഷാത്കരിക്കാൻ കഴിയാത്തവരാണ് മറ്റുള്ളവർ പറഞ്ഞത് അങ്ങനെ തന്നെ അംഗീകരിച്ച് പ്രമാണമായി കൊണ്ടു നടക്കുന്നത്. ബുദ്ധന് മുന്നിൽ വെച്ച് ശാരീപുത്തൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഭിക്ഷുക്കൾ വിവർണരായി. ശാരീപുത്തന് ബുദ്ധനെ വലിയ മതിപ്പൊന്നുമില്ലേ? അതോ അദ്ദേഹം സ്വയം ബുദ്ധനാവുകയാണോ? അവർ ആശങ്ക കൊണ്ടു. അപ്പോൾ ഒന്നുകൂടി വിടർന്ന മധുഹാസത്തോടെ ബുദ്ധൻ പറഞ്ഞു, ബുദ്ധനോ മറ്റാരെങ്കിലുമോ പറഞ്ഞു എന്നതുകൊണ്ടല്ല ഒന്നും പ്രമാണമാകേണ്ടത്. ഓരോന്നിന്റെയും വാസ്തവം അവരവർക്ക് തന്നെ ബോധ്യപ്പെടുകയാണ് വേണ്ടത്. ബുദ്ധൻ ശാരീപുത്തനോട് പറഞ്ഞു, ഓർക്കുന്നില്ലേ ആനന്ദൻ ഭിക്ഷുമഠത്തിലേക്ക് കൊണ്ടുവന്ന ആ യുവാവിന്റെ കഥ? ശ്രാവസ്തിയിൽ നഗരത്തിന് പുറത്തെ ഒരു തെരുവിൽ വെച്ചാണ് ആനന്ദൻ യുവാവിനെ കണ്ടത്. നടക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ഒരാൾ, യൗവനത്തിന് അതിന്റെ ശോഭകളൊന്നും പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം ദുർബലമായ ശരീരം, കീറിപ്പറിഞ്ഞ് മലീമസമായ വസ്ത്രങ്ങൾ. ആനന്ദൻ ആദ്യം അയാൾക്ക് തന്റെ പങ്ക് ഭക്ഷണം നൽകി. പിന്നെ അയാളെ കൂട്ടി രപ്തി നദിയിലേക്ക് നടന്നു. രപ്തിയുടെ കടവിലിറങ്ങി അയാൾക്കൊപ്പം കുളിച്ചു. യുവാവിന്റെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ പുഴവെള്ളത്തിൽ കഴുകി ഉണക്കാൻ അയാൾക്കൊപ്പം കൂടി. പിന്നെ ആനന്ദന്റെ മേൽവസ്ത്രം അയാൾക്ക് ഉടുപുടവയായി നൽകി. അവർ വിഹാരത്തിലേക്ക് നടന്നു. അവിടെ അയാൾക്ക് പുതിയ വസ്ത്രങ്ങളും ഭക്ഷണവും ഉറങ്ങാൻ ഒരിടവും നൽകി. എന്തിനാണ് തന്നെ വിഹാരത്തിലേക്ക് കൂട്ടിയതെന്ന് അയാൾ ചോദിച്ചപ്പോൾ ആനന്ദൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ വെയിലത്തായിരുന്നല്ലോ, ഇവിടെ സ്വച്ഛ ശീതളമായ തണലുണ്ട്. മൂന്നാം ദിവസം അയാൾ ആനന്ദനെ തേടിപ്പിടിച്ച് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭിക്ഷുവായി ചേരണം. അപ്പോഴും ആനന്ദൻ പുഞ്ചിരിച്ചു. അങ്ങനെ ആ യുവാവ് ധർമ്മസംഘത്തിൽ ചേർന്നു. അപ്പോഴും അയാൾ തന്റെ പഴയ കീറവസ്ത്രങ്ങളും വക്കു പൊട്ടി അടർന്ന ഭിക്ഷാപാത്രവും ഉപേക്ഷിച്ചില്ല. അവ ഒരു മരത്തിന്റെ ചുവട്ടിലായുള്ള
ചെറിയൊരു പോടിന് ചേർത്ത് കെട്ടിവെച്ചു. ഇടയ്ക്കൊക്കെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുമ്പോൾ അയാൾ ആ മരത്തിന്റെ അടുത്തേക്ക് പോകും. ഒരു ധ്യാന വിഷയം എന്നോണം അയാൾ തന്റെ ഭൂതകാല ദുരിതങ്ങളെ ഇങ്ങനെ തൊട്ട് തലോടിക്കൊണ്ടിരുന്നു. എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നവരോട് എന്റെ ഗുരുവിനെ കണ്ടു വന്ദിക്കാൻ പോകുന്നു എന്നാണ് അയാൾ പറയാറുണ്ടായിരുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ അയാൾ ആ പഴയ കുപ്പായത്തിന്റെയും പാത്രത്തിന്റെയും അടുത്തേക്ക് പോകാതെയായി. അവയെ ആശ്രയിച്ചുള്ള ധ്യാന മനനങ്ങളിലൂടെ ആ യുവാവ് അതിവേഗം അർഹത പദവിയിലേക്ക് ഉയർന്നു. ഇപ്പോൾ താങ്കൾ ഗുരുവിനെ കാണാൻ പോകാറില്ലല്ലോ എന്ന് അന്വേഷിച്ചവരോട് അയാൾ പറഞ്ഞു, ഒരു പടവ് കയറാൻ നമുക്ക് ഗുരുവിന്റെ കൈത്താങ്ങ് വേണം, അത് മതി. ഇപ്പോൾ എനിക്ക് ഗുരുവിന്റെ ആവശ്യമില്ല. ചാട്ട തൊട്ടാൽ മതി കുതിരകൾ കുതിച്ചു പായാൻ. അവയുടെ കുതിപ്പല്ല, ശിക്ഷയുമല്ല ആ ചാട്ട, അതൊരു പ്രേരകം മാത്രം. അതാണ് ഗുരുവും ബുദ്ധനും, അത്ര തന്നെ. ഇതായിരുന്നു കഥ. ഇപ്പൊ കുറെ കൂടെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. രാജു സാർ മ്യൂട്ടില. എന്തോ കുറച്ചും കൂടി വ്യക്തമായി സാറേ, ഇപ്പൊ കുറച്ച് വ്യക്തമായി. ഫിലോസഫിക്കലായിട്ടുള്ള കഥയാണ് സാബു സാർ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് അത് ഒറ്റയടിക്ക് മനസ്സിലാകാറുള്ളത്. കേൾക്കണം. ഇനി ഒരു പ്രാവശ്യം കൂടി കേട്ടാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഒരിക്കലും ബുദ്ധനോട് ശിഷ്യന്മാര് ചോദിച്ചു, അങ്ങ് പറയുന്ന ഈ കാര്യങ്ങളൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിലില്ലല്ലോ, അതായത് മതഗ്രന്ഥത്തിലില്ലല്ലോ, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങളത് കൂട്ടിച്ചേർക്കണം. ബുദ്ധന്റെ വാക്കുകൾ അത്രയ്ക്കും അനർത്ഥമായിരുന്നു, അല്ലെങ്കിൽ അത്രയ്ക്കും അടിസ്ഥാനപരമായിട്ടുള്ളതാണ് എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാം എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഇതുണ്ടോ, അടിസ്ഥാനമുണ്ടോ, അല്ലെങ്കിൽ അത് പ്രസക്തി ഉള്ളതാണ് നമുക്ക് തന്നെ സംശയമുണ്ട്. പലപ്പോഴും നമ്മൾ വലിയ വലിയ ആൾക്കാരെ കോട്ട് ചെയ്യുന്നേ ഉള്ളൂ. കാരണം നമുക്ക് തനിയെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കോട്ട് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും കോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും സ്വന്തമായിട്ട് പറയാൻ മറ്റുള്ളവരെ കോട്ട് ചെയ്യുന്നത് ബുദ്ധന് സ്വന്തമായി പറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത് ഇല്ലെങ്കിൽ ആ കഥ കുറിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ഏകദേശം ചേർന്നിരിക്കുന്നതായ ഒരു കഥയാണെന്ന് തോന്നുന്നു. മറ്റുള്ളവർക്ക് എന്ന അവസരം കൊടുക്കാം. ഈ കഥയിൽ ഒത്തിരി മർമ്മങ്ങളുണ്ട് അല്ലേ? ഓരോ സെന്റൻസ് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. റോയ് സാർ പറയൂ. സാർ റെഡിയായി. ബുദ്ധന്റെ ചാട്ടയില് ഈ ശാരി ബുദ്ധനും ആനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുമാണല്ലോ ഇതിനകത്തെ കഥാപാത്രങ്ങൾ. അപ്പോൾ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നതും അങ്ങനെ പോയ ഒരാളെ ഈ ശാരി ബുദ്ധൻ സംരക്ഷണം കൊടുത്തു. അത് തന്നെയല്ല, അദ്ദേഹത്തിന്റെ അവസ്ഥകളിൽ നിന്നൊക്കെ മാറ്റി അദ്ദേഹത്തെ ഒരു നല്ല വ്യക്തിയാക്കി കൂടുതൽ സൗകര്യത്തിലൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ അദ്ദേഹം ആ പഴയ ഓർമ്മകൾ കൊണ്ടു നടന്നിരുന്നു. പിന്നീട് അത് ഉപേക്ഷിച്ചു. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അപ്പൊ ഞാന് മറ്റാരുടെയും സഹായമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു കാര്യം ആയിപ്പോയി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇതിനകത്ത് പ്രധാനമായി കണ്ടിട്ടുള്ള ഒരു കാര്യം. കാരണം കഷ്ടത അനുഭവിക്കുക, അവശതയുണ്ട്, മറ്റുള്ളവരുടെ സഹായം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, നൽകുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ അത് നൽകിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ അടിമയായിട്ട് അയാൾ കൂടും. ഈ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തതല്ലേ, അതുകൊണ്ട് എൻ്റെ അടിമയായിട്ട് നിന്നോളും എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അന്നത്തെ സൗകര്യത്തിൽ എനിക്ക് തന്നു, ഇപ്പൊ എന്റെ മിടുക്ക് കൊണ്ട് ഞാൻ വലിയ പുള്ളിയായി, ഇനിയിപ്പൊ അവന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ഭാഗവും ഇതിനകത്തുണ്ട്, ഞാൻ മനസ്സിലാക്കിയത്. കാരണം വേറെ ഇതുപോലെ ഒരു ഇത് ഞാൻ ഓർക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി നാളായി, ഒരു ചായ കുടിക്കാനുള്ള കാശ് തരണമെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒരു ആളുടെ അടുക്ക് ചെന്നു. അപ്പോ അയാള്
നീ ഒരു ചായയൊക്കെ മേടിച്ചു കൊടുത്തതിന് ശേഷം പറഞ്ഞു, നിന്നെ ഞാൻ ജോലിക്ക് വെക്കുന്നു, നീ ഇവിടെ നിന്നോ, നിനക്കുള്ള സൗകര്യങ്ങൾ ഞാൻ മാസം ശമ്പളമായിട്ടൊക്കെ തരാം, അപ്പൊ നിനക്ക് അന്തസ്സായിട്ട് കുടുംബമൊക്കെ ജീവിച്ചെങ്കിൽ പോവാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ദിവസം അവൻ മറ്റുള്ളവരെ എല്ലാം സംഘടിപ്പിച്ച് കിട്ടുന്ന സാലറി ഇച്ചിരി വർദ്ധിപ്പിച്ചു തരണം എന്ന് ഉള്ള ആഗ്രഹം ഉണ്ടാക്കി ഈ പട്ടിണിയായി കിടന്ന സമയത്ത് ഒരു സൗകര്യം തന്ന മുതലാളിയോട് തന്നെ സമരം പ്രഖ്യാപിക്കുകയും എനിക്ക് തന്നില്ല എങ്കിൽ ഞാൻ ഈ ജോലി ചെയ്യുകയില്ല, അത് നിങ്ങൾ വിളിക്കും എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലേക്ക് വന്നു. അപ്പോ അദ്ദേഹത്തിന് തോന്നുന്നത് എന്നാന്ന് വെച്ചാല്, ഇത്രയും ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്ന അവന് ഞാനൊരു ജോലി മേടിച്ചു കൊടുത്ത് അവന് ജീവിക്കാനുള്ള സൗകര്യം കൊടുത്തു കഴിഞ്ഞപ്പോഴും അവൻ എൻ്റെ നേരെ വരുന്നു, എന്നെ ഇതായിട്ട് കാണുന്നു. അപ്പോ ഒന്നത്. രണ്ട്, ഇവന് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോ ഇവൻ എൻ്റെ അടിമയായി എന്നെ തൊഴുതു നിൽക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഇത് തന്നെയാണ് സാറ് പറഞ്ഞ ഈ കഥയ്ക്കകത്ത് ഒരു പ്രധാനമായ ഇതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം കൂടുതൽ സൗകര്യത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ കഷ്ടപ്പെട്ടപ്പോ സഹായിച്ചവന്റെ തന്നെ വടലിലേക്ക് കയറുമല്ലാതെ വേറൊരാളുടെ അടുക്ക് പോകാനൊക്കത്തില്ലല്ലോ. ഇത് ഒരു മനുഷ്യസഹജമായ ഒരു കാര്യമാണ്. അവിടെ പ്രിൻസിപ്പിൾ ഒന്നും ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ ഇതൊക്കെയാണ് മനുഷ്യ ജീവിതത്തിലെ കാര്യങ്ങൾ. അപ്പോ സഹായം ചെയ്തു കൊടുത്തവൻ അവന്റെ ആ സഹായത്തിന്റെ പുറത്ത് ഇവൻ എൻ്റെ അടിമയായി നിൽക്കുമെന്നോ, എന്നെ എപ്പോഴും തൊഴുതു നിൽക്കുമെന്നോ, എന്നെ ഗുരുവായി നിർത്തുന്നുള്ളൂ എന്നും പ്രതീക്ഷിക്കുന്നു. മറ്റേതല്ല, എൻ്റെ സൗകര്യം, എൻ്റെ മിടുക്കുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു, എന്നാൽ അതൊക്കെ സൗകര്യം ചെയ്തെന്ന് പറഞ്ഞത് ശരിയാണ്. അപ്പൊ എൻ്റെ മിടുക്കുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ നിലയിലെത്തിയത്. അതുകൊണ്ട് വേറെ ഇതൊന്നും അദ്ദേഹത്തോട് വേണ്ട എന്ന് ധരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് ആണ് ഇവിടെ പ്രധാനമായും കാണുന്ന ഒരു ഭാഗം. പിന്നെ എന്ത് കിട്ടിയാലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ഭാഗമാണ് ഇപ്പോഴുള്ളത്. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ഈ വികലാംഗരായിട്ടുള്ള ആൾക്കാർക്ക് വീൽ ചെയർ കൊടുക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ആപ്ലിക്കൻസ് ഒക്കെ കൊടുത്ത് ജൂനിയർ ചേംബറിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ സപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് പിന്നീട് ഒരിക്കല് ഇതിലെ ഒരാളെ ഇങ്ങനെ വഴിക്ക് വെച്ച് കണ്ടു. അപ്പൊ എൻ്റെ ഒരു രക്ഷയില്ല, ഞാൻ എടുത്തുകൊണ്ട് നടക്കുക, പറമ്പിൽ നടക്കാനുള്ള, ഇതിലൊന്നും നടക്കാനുള്ള സൗകര്യം കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഈ വീൽ ചെയർ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ വീൽ ചെയർ ഉണ്ടാക്കി കൊടുത്തില്ല, ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റില്ല സെലക്റ്റീവായിട്ട്. അപ്പൊ നമ്മളെ അതുപോലെ കാണുന്നത്. എന്നാ പറയാനോ സാറേ, വീൽ ചെയർ കിട്ടിയിട്ട് എന്നാ കാര്യം? ഇത് ഉരുണ്ട് നടക്കാനുള്ള സ്ഥലമില്ല, വീടിന് മുറ്റം പോലും ഇല്ല. അപ്പോ കുറെ കൂടെ ഒരു ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ നടക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ മനുഷ്യസഹജമായ കാര്യങ്ങളാണ് ഇതെല്ലാം. ചിന്തിക്കും തോറും അർത്ഥം ഒത്തിരി കൂടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ സാർ. രമാവതി മാം പറഞ്ഞോളൂ. സാർ, ഇത് രണ്ടാമത്തെ കഥയില് ബുദ്ധൻ ഒരു ചാട്ട, അതിലിപ്പം ശാരീബുദ്ധനോട് ചോദിക്കുമ്പോ ആ ഒരു സെന്റൻസ് ഉണ്ട് സാറേ, അത് ഞാൻ എഴുതി വെച്ചത്, ഓരോന്നിന്റെയും വാസ്തവം അവരവർക്ക് തന്നെ ബോധ്യപ്പെടണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് യൗവനം പോലും മനസ്സിലാവാത്ത രീതി എന്ന് പറയുമ്പോൾ, സാധാരണഗതിയില് ദാരിദ്ര്യം മൂത്ത് കഴിഞ്ഞാല് താടിയൊക്കെ വളർത്തി മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഇട്ടിട്ടാകുമ്പോ അവരുടെ ഏജ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ആയി പോവുകയാണ്. അപ്പൊ അവര് അങ്ങനെയുള്ള ഒരു യുവാവിനെ കൊണ്ടുവന്നിട്ട് പിന്നെ കുളിപ്പിച്ചു. അതായത് കുളിച്ചെന്ന് പറഞ്ഞാൽ വെറുതെ നീ അവിടെ ഇറങ്ങി കുളിച്ചോ എന്നല്ല പറയുന്നത്, ഒന്നിച്ച് ഇറങ്ങിയിട്ട് അവരെ കുളിപ്പിച്ച് വസ്ത്രങ്ങളെല്ലാം ഇത് പിന്നെ അലക്കാൻ വേണ്ടി അയാളും കൂടി ഒത്തുചേർന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ എമ്പതി, അത് ശരിക്കും പറഞ്ഞാല് അയാളെ നല്ലവനാക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് വിടുകയല്ലേ, കൂട്ടത്തിൽ ഇങ്ങനെ കൂട്ടിയിട്ട് ശരിയാക്കുകയെന്ന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയാണ്, ഈ എന്താ പറയണ്ടേ, സ്വച്ഛശീതളമായ ഈ സ്ഥലത്ത് നീ ഇരുന്നോളൂ, നീ ഇതുവരെ വെയിലൊക്കെ കൊണ്ടിട്ട് തളർന്നവനല്ലേ എന്നുള്ള രീതിയിലാണ് ആ പറച്ചല്. അപ്പൊ ഭിക്ഷാടനം, അയാൾക്ക് ഭിക്ഷാടനായിരുന്നു മെയിൻ, അയാൾക്കൊന്നുമില്ല അപ്പം
അപ്പൊ ഭിക്ഷാടന ഉള്ള ഒരാളെ ഭിക്ഷു ആക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ അയാളുടെ ആ മനസ്സ് ശരിക്കും പറഞ്ഞാൽ ധർമ്മസങ്കടത്തിലായിരിക്കും. ഞാൻ എങ്ങനെ ആവുമോ എന്നുള്ള ഒരു ചിന്ത അയാൾക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പം പിന്നെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ അയാള് പോയിട്ട് ആ പഴയ രീതിയിൽ അയാൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അയാള് ആ സമയത്ത് ഉപയോഗിച്ച വസ്ത്രങ്ങളാവട്ടെ പിന്നെ പാത്രമാവട്ടെ അതൊന്ന് നോക്കിയിട്ട് വീണ്ടും അയാളെ മനസ്സ് മാറുന്നില്ല. പക്ഷെ അയാൾ ആ പറഞ്ഞ പോലെ അതായത് അവസാനം ഒരു വാക്കുണ്ടല്ലോ സാറേ, കുതിരനെ ഇതാക്കും ഇത് ചാട്ട അടിക്കണ്ട, ചാട്ട പറഞ്ഞിങ്ങനെ തൊട്ടാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പൊ അയാള് അതിലേക്ക് ഇങ്ങനെ പോവാൻ വേണ്ടി കഷ്ടപ്പെട്ട് മനസ്സിനെ ഇതാക്കി ആ പടവ് കയറാൻ വേണ്ടി മാത്രം അത് ഉപയോഗിച്ചു. പിന്നെ അയാള് അതിലേക്ക് പടവ് കയറി. അതുവരെ അയാള് കുറച്ച് മനസ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമായിരുന്നു. ആ കഥ അങ്ങനെയാണ്. ആദ്യത്തെ കഥ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, ഉത്രാട രാത്രി. അത് ശരിക്കും ലൈഫാണ് സാർ, ഇപ്പോഴുള്ള ലൈഫാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഓഡീഷന് ഞാൻ സ്വന്തമായിട്ട് ഒരു കാര്യം തയ്യാറാക്കി ചെയ്തിരുന്നു. അതിലിപ്പം എവിടുന്നോ എനിക്ക് കവിത കിട്ടിയിരുന്നു. അത് 12 വരിയുള്ള കവിതയാണ്. അതിന്റെ 4 വരി ഞാൻ ഇവിടെ ചൊല്ലാണ് സാറേ. ഓണമാണ് വീണ്ടും ഓണമാണ്, വേണമായുസ്സെന്ന തോന്നലാണ്, ദൂരത്തു നിന്നോടി എത്തുന്ന മക്കളെ കാണുമ്പോൾ ഉള്ളിൽ വിരുന്നാണ്, പേരിനു മാത്രം ഇളക്കുന്ന പ്രാണന് പേരക്കിടാങ്ങൾ മരുന്നാണ്. അതാണ് അതിന്റെ 4 വരി. കാരണം നമ്മളിപ്പം ദൂരസ്ഥലത്തു നിന്ന് മക്കൾ ഓടി വരുമ്പം ആ ദേവയാനി ടീച്ചറുടെ ആ ഒരു ഉത്സാഹം കണ്ടില്ലേ സാറേ? ആദ്യം പിന്നെ ഓരോരാളെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ നാണി എന്നുള്ളവരെയും വിളിക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഉപ്പേരി ആയാലും കായ വറുത്തയാണെങ്കിലും ഉണ്ടാക്കുക, ഊഞ്ഞാല് കെട്ടുക. കാരണം നമ്മളെ മനസ്സിൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങള് മക്കള് വരുമ്പം കുറച്ച് ദിവസമാണെങ്കിൽ ആ കുറച്ച് ദിവസത്തിൽ അവർക്ക് ആഘോഷാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ആഘോഷാക്കി തീർക്കുന്ന രീതിയിലെല്ലാം മനസ്സ് തയ്യാറാക്കി കഴിഞ്ഞു. പക്ഷെ അവരറിയുന്നില്ല, മക്കള് വന്നിട്ട് പെട്ടെന്ന് പോണം എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവർക്ക് ഇതിലുപരിയും ഉള്ളത് റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടി, ദുബൈയിലുള്ള മീറ്റിംഗ്. അപ്പം ഇത്രയും കാലം നമ്മുടെ അമ്മമാരെന്ന് പറഞ്ഞാല് ചെറുപ്പം മുതൽ ഈ കുട്ടികളെ ഇങ്ങനെ ഒന്നിച്ചെന്നെ കൊണ്ട് നടന്ന കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോ കുട്ടികളെ കരയും, അമ്മ പോണ്ടെന്ന് പറഞ്ഞ കരയും. അപ്പൊ വേണമെങ്കിൽ രാവിലെ മുതൽ ഉച്ചവരെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഉച്ചക്കും അവരെ ഒന്ന് കാണും. അങ്ങനെയൊക്കെ വളർത്തുന്നതാണ് കുട്ടികളെ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവര് പ്രായമായിട്ട് ഇവരുടെ ഭർത്താവ് വീട്ടിൽ പോയിട്ടാകുമ്പം കുട്ടികൾ രണ്ടുപേരും വന്നിട്ടാകുമ്പം ഒരു ദിവസം പോലും അല്ലെങ്കിൽ 2 ദിവസം പോലും അമ്മയുടെ അടുത്ത് നിൽക്കാൻ സമയമില്ലാത്ത ഒരു അവസ്ഥ, അതൊരു വല്ലാത്ത മാനസികാവസ്ഥയാ സാറേ. അപ്പൊ ആ കഥ വളരെ നന്നായിട്ടുണ്ട് സാറേ. പിന്നെ ജോഷാറിന്റെ അവതരണത്തിൽ എല്ലാം ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ നമ്മളെ മനസ്സിൽ തട്ടുന്ന രീതിയിലാണ് ആ കഥന. കാരണം നല്ല രീതിയിലാണ്, അത് സമ്മതിച്ചേ പറ്റൂ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ജോഷി സാറേ, ഇന്നത്തെ കഥാകഥനം നന്നായിരുന്നു. ആദ്യത്തെ കഥയിൽ ഏകാന്തത അനുഭവിക്കുന്ന മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളെ സാർ ശരിക്കും എന്താ പറയണേ, ഉള്ളിൽ തട്ടുന്ന വിധത്തിൽ തന്നെ അവതരിപ്പിച്ചു. രണ്ടാമത് വലിയ ഒരു ഫിലോസഫിക്കൽ തോട്ട്, ഒരു വലിയ തത്വസംഹിത. ആദ്യത്തെ ഈ ദേവയാനി ടീച്ചർ ഏതാണ്ട് ഇന്നത്തെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എല്ലാവരും ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഏറെക്കുറെ കേരളത്തിലെങ്കിലും ഒട്ടും മിക്കവരും അത് മാറ്റാനാവാത്ത വിധത്തിൽ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥിതിവിശേഷം അവിടേക്ക് മാറി. അതിനി തിരുത്തപ്പെടുമെന്ന് കരുതാനാകും. എങ്കിലും അമ്മ എന്ന
ആ ഒരു വലിയ ആ ഒരു സത്യം, ആ അമ്മയുടെ സ്നേഹം, ആത്മാർത്ഥത, നിഷ്കളങ്കമായ ആ വാത്സല്യം, അതെല്ലാം പ്രകടമാകും. വാസ്തവത്തില് ദേവയാനി ടീച്ചർ എല്ലാം അനുഭവിക്കുന്നു എന്ന് കണ്ടത് എല്ലാം ഉറക്കത്തിൽ തന്നെ ആയിരുന്നില്ലേ? യാഥാർത്ഥ്യത്തിൽ വന്നു, കണ്ടു, മക്കൾ പറഞ്ഞു എന്ന് തോന്നുന്നത് തന്നെ എല്ലാം ഒരു ഉറക്കത്തിൽ, ഉത്രാടത്തിന്റെ തലേന്ന് രാത്രിയിലെ ഉറക്കത്തിൽ സംഭവിച്ചത്, അവരെ ഉറക്കത്തിൽ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളല്ലേ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ആയിരുന്നു എനിക്ക് തോന്നിയത്. എന്തായാലും വലിയ സത്യമാണ് അത്. പിന്നെ ബുദ്ധൻ ഒരു ചാട്ട ചാട്ട എന്ന് കേൾക്കുമ്പോൾ അത് ശിക്ഷിക്കാനുള്ളതാണ്, അടിച്ചു പൊട്ടിക്കാനുള്ളതാണ്. അങ്ങനെയാണ് ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. അത് ശരിയുമാണ് ഒരർത്ഥത്തിൽ. പക്ഷേ ഇവിടത്തെ കഥയിൽ ആ പ്രയോഗം ഭയങ്കര, എന്താ പറയണേ, ഒരു ഭയങ്കരമൊന്നല്ല, വലിയ ആഴത്തിലുള്ള ഒരു വിജ്ഞാന രഹസ്യം, ഒരു മിസ്റ്ററി പോലെ തോന്നുന്നു. അതായത് എല്ലാ പ്രേരണകൾ ആണ് യഥാർത്ഥത്തിൽ ഒരു ചാട്ട വെച്ചിട്ട് ഇങ്ങനെയൊന്ന് വലിക്കുന്നേ ഉള്ളൂ. അതുപോലെ കാളവണ്ടി അടിച്ചിരുന്ന കാലത്തെ ആ വണ്ടിക്കാരനും ഈ ചാട്ട കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരുമുന്നതേ ഉള്ളൂ. പലപ്പോഴും കാളയെ അധികം അടിക്കാറില്ല. പക്ഷേ അതൊരു ഇക്കിളിപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു പ്രേരണ ശക്തിയാണ്, അതിശക്തിയാണ്. കാരണം ഒരുപക്ഷെ അതിന് മുമ്പേ ആദ്യത്തെ അടികൊണ്ട് കാള പൊളഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ പിന്നീട് ഒരിക്കലും അത് ആവർത്തിച്ച് അടിക്കാറുണ്ടാവില്ല. ഇവിടെ ഗുരു ശിക്ഷ ബന്ധത്തിലും അങ്ങനെയല്ലേ? ഗുരു പലപ്പോഴും ശിക്ഷിച്ചിട്ടുണ്ടാവാം, ഒരുപക്ഷെ ആ വേദന ശിക്ഷന്റെ ഉള്ളിലുണ്ടായിട്ടുണ്ടാവാം, പക്ഷെ എക്കാലവും ശിക്ഷിക്കണമെന്നില്ല. ആ ശിക്ഷ നല്ലതെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇപ്പോഴത്തെ പ്രായമുള്ളവരൊക്കെ. മിക്കവാറും എല്ലാ ഗുരുക്കന്മാരോടും എന്ത് നന്ദി ഇപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ടാവാം. അന്ന് അവർ ശിക്ഷിച്ചത് ശരിയായിരുന്നു, അവരെ കണ്ടതൊരു നന്ദി പറയണമെന്ന് തോന്നിപ്പോകുന്ന ഒത്തിരി പേരുണ്ടാവുക. അതുമല്ല, അന്ന് സാറ് അങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുന്നത് ശിക്ഷനും സാറിനും ഒരുപോലെ സുഖം പകരുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു ഗുരുവിന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുകയും ഇല്ല, അത് ചിന്തിക്കാനും ആവില്ല, ശിഷ്യനും പറ്റില്ല. എന്തായാലും സാറേ, പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി നിർവ്വാണം പ്രാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഇതാണ് ശരിയാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ മറ്റു പല സപ്പോർട്ടും വേണ്ട. ആ ആദ്യത്തെ കുതിപ്പ് കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട. സ്വയം ആർജിക്കാനുള്ള ശക്തിയും കഴിവും എല്ലാം സൃഷ്ടാവ് തന്നാണല്ലോ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആദ്യത്തെ കുതിപ്പിന് ഒരുപക്ഷെ ഇതെല്ലാം വേണമായിരിക്കാം. അവിടെ മാതാപിതാക്കൾ വേണം, ഗുരുക്കന്മാർ വേണം, സമൂഹം വേണം, എല്ലാവരും വേണം. അവിടെ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വേണ്ട. അതൊരു വലിയ വലിയ സത്യം തന്നെ, വലിയ ഉൾക്കാഴ്ചയാണ്. താങ്ക് യു സോ മച്ച് സാർ. ആയി സാബു സാറേ. ഓക്കെ, അപ്പോ വളരെ ഗംഭീരമായിട്ട് ഓരോരുത്തരും ചർച്ച കൂടെ ചെയ്തപ്പോഴാണ് ഈ കഥയുടെ അവതരണം കൂടുതൽ വ്യാപ്തി ഉള്ളതായത്. എല്ലാവരുടെയും വിശകലനങ്ങൾ സുന്ദരമായിരുന്നു. അതിലെനിക്ക് തോന്നുന്നത് എല്ലാ ദിവസത്തേക്കാൾ വളരെ ഗംഭീരമായി ജോർജ് സാറ് സൂപ്പറായിട്ട് ഇന്നത്തെ ഇതിന്റെ വിശകലനം നടത്തി. സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും വിശകലനം നല്ലതായിരുന്നു, പക്ഷെ ജോർജ് സാറിന്റെ പതിവിൽ നിന്ന് കുറെ കൂടി മികച്ച തരത്തിലേക്ക് അത് വിഷയത്തിൽ വളരെ കേന്ദ്രീകരിച്ചു എന്നുകൊണ്ട് പറഞ്ഞു എന്ന് ഞാൻ നിരീക്ഷിക്കുകയാണ്. ഒരുപക്ഷെ സാറിന് കഥ പറയാനൂടെ തയ്യാറായി വന്നതാണ്, അതോടെ ഞാൻ അപഹരിച്ചു ആ സമയം. ഓക്കെ, ഞാന് ഇതെല്ലാവരും പറഞ്ഞു, വളരെ പ്രകടമായിരുന്നു. എങ്കിലും ഞാൻ ഈ രണ്ട് കഥയെയും ഈ കാലഘട്ടത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ പ്രായത്തിൽ ഇരിക്കുന്നവർക്ക് ഇത് കൂടുതൽ അത് സ്വീകാര്യമായി തീരും. രണ്ട് കഥയും അതാണ് നമ്മളെ ഇത് കൂടുതൽ കൊത്തിവലിക്കുന്നത്. തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഈ പ്രായം 50 പിന്നിട്ടവര് എന്നുള്ള നിലയിൽ കുറെ അനുഭവജ്ഞാനത്തിൽ നിൽക്കുന്നു.
പിന്നെ അതുപോലെ തന്നെ ഈ ഗൃഹാതുരത്വത്തിന്റെയോ അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെയോ ഒക്കെ ചെറിയ നൊമ്പരങ്ങൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇത് കുറെ അധികം സ്വീകാര്യമായിട്ട് തീരുന്നതാവുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നല്. അതുകൊണ്ട് ഇത് ആവർത്തിച്ച് കേട്ടാൽ എനിക്കിത് ഓരോ തവണയും ചിന്തിക്കുമ്പോൾ കൂടുതൽ നമ്മളിപ്പോ ഈ ചിന്തിച്ചതല്ലാതെ കുറെ കൂടെ കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളതായിട്ട് തോന്നിപ്പോകും. അതുകൊണ്ട് നേരമൊക്കെ ഒക്കുകയാണെങ്കിൽ ആവർത്തിച്ച് കേട്ടാൽ നമുക്കൊരു ബൂസ്റ്ററായിട്ട് ഇത് തീരുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അതില് ഞാൻ ഈ പറഞ്ഞതിലെ ബുദ്ധന്റെ ചാട്ടയിൽ എന്നെ സ്പർശിച്ച 2-3 കാര്യങ്ങൾ. ഒന്ന്, പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഒരുപാട് ആളുകൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഈ ചിന്താശകലങ്ങളും ചിന്താ പ്രഭാതങ്ങളും ഒക്കെ ഇങ്ങനെ എഴുതി വിടുന്നുണ്ട്. ആരുടെയൊക്കെയോ വാക്കുകൾ ഇങ്ങനെ എന്നതാണെന്ന് പോലും നോക്കാതെ ഫോർവേഡ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. ഇങ്ങനെ കാക്ക കാഷ്ടിച്ചു പോകുന്ന പോലെ എവിടൊക്കെയോ ഇങ്ങനെ ഇട്ടിട്ടങ്ങ് പോയേക്കോ, വല്ലയിടത്തും ചെന്ന് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ മേലുള്ള ഒരു വലിയ ചോദ്യം ചെയ്യലാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം. ബുദ്ധൻ പറഞ്ഞത് കൊണ്ടല്ല, നമ്മൾ ഫോർവേഡ് ചെയ്തോളൂ, പക്ഷേ അവരൊക്കെ പറഞ്ഞത് കൊണ്ടല്ല ഇത് എനിക്ക് സ്വീകാര്യവും ഞാനത് ജീവിച്ച് എനിക്കത് ഉത്തമ ബോധ്യവും ഉള്ളതായത് കൊണ്ട് നിങ്ങൾക്ക് കൈമാറുന്നു എന്നുള്ള തരത്തിലാണത് കൈമാറുന്നതെങ്കിൽ അത് ആ കേൾവിക്കാരന് എന്തെങ്കിലും ഗുണം ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് അറിയാതെ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുകയോ നോക്കാതെ വിടുകയോ ചെയ്യുന്ന രീതിയിലേക്ക് വരും. അത് ഫലം കൊള്ളണം എന്നുണ്ടെങ്കിൽ അത് നമ്മളിലും അറിയാതെ ഒരു അതീന്ദ്രിയ ശക്തി നമ്മളെ അത് ബോധിപ്പിക്കും. ഇത് ചെയ്തവൻ, ഇത് നമുക്ക് അയച്ചു തന്നവൻ അത് ഉള്ളിൽ തട്ടി ചെയ്തിരിക്കുന്ന ഒന്നാണ്. രണ്ടാമത് ഇതിൻ്റെ അകത്ത് ആ ഭിക്ഷക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പലപ്പോഴും നമ്മളൊക്കെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്നു. ഇവിടെ റോയ് സാർ ഒരു ഇൻസിഡന്റ് അതിൻ്റെ അകത്ത് ഇവിടെ പറയുകയുണ്ടായി. നമ്മൾ ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. ചില ഏജൻസികൾക്ക് അങ്ങനെയുണ്ട്, ആണ്ടുവട്ടത്തിലെ എന്തെങ്കിലുമൊക്കെ കുറെ പരിപാടികൾ ചെയ്യണം, അതിന് എവിടുന്നെങ്കിലുമൊക്കെ ആളുകളെ സംഘടിപ്പിക്കണം, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. ഈ ഒരു ലക്ഷ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ ഇവിടെ ഈ ഭിക്ഷക്കാരനും ചോദിക്കുകയാണ്, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട്. അതായത്, നീ ഇത്രയും നേരം വെയിലത്തായിരുന്നല്ലോ, ഇവിടെ സുഖശീതളമായ സ്വച്ഛമായ ഒരവസ്ഥയുണ്ട്. നമ്മൾ ആരെയെങ്കിലും ഒക്കെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ അനുഭവിക്കുന്ന സുഖശീതളത ഇവനും അനുഭവിക്കണം. അത് കൈമാറുന്ന തരത്തിലേക്ക് വന്നാലേ കൺവേർഷൻ ഉണ്ടാകത്തുള്ളൂ, മാറ്റം ഉണ്ടാകത്തുള്ളൂ. യഥാർത്ഥത്തിലുള്ള മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് പകരാൻ സാധിക്കും. ഇപ്പോൾ പല മതകീയ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ മർമ്മം തൊടാൻ പറ്റാതെ പോകുന്നത് ഇതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയോ പ്രോഗ്രാംസ് നടത്തുകയാണ്, മറിച്ച് ഈ അനുഭവം പകരാൻ പലപ്പോഴും സാധിക്കുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ മൂന്നാമത്തെ അതിൻ്റെ അകത്തെ അവസാനത്തെ ചിന്ത പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആളുകള് തങ്ങളുടെ ഈ മാമൂലികളൊന്നും വിടാൻ തയ്യാറല്ല. അവിടെ മരത്തിന്റെ പൊത്തിൽ ഇതെല്ലാം ചട്ടിയും കലമൊക്കെ കെട്ടിവെച്ച് ഇപ്പോഴും ആചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ആവശ്യമായി വന്നേക്കാം ഒരു ഘട്ടം വരെ. അത് കഴിഞ്ഞിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ഇവന് യഥാർത്ഥത്തിലുള്ള സംഗതി അനുഭവിക്കാൻ സാധിക്കണം. എനിക്ക് തോന്നുന്നു ജീസസ് ക്രൈസ്റ്റ് പറയുന്ന ഒരു വാചകമുണ്ട്, കം ആൻഡ് സീ, നീ വന്ന് കാണുക. നീ ഈ എന്റെ പിന്നാലെ കൂടിയിരിക്കുന്നതോ എന്നെ മകാനാന്ന് പറയുന്നതോ അപ്പം തിന്ന് തൃപ്തി അടഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ശാന്തി കിട്ടിയത് കൊണ്ടാണ്. അതല്ല, നീ വന്ന് കാണുക, കം ആൻഡ് സീ. എന്നിട്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അവിടേക്ക് നീ ആകേണ്ടതുണ്ട്. ആ അർത്ഥത്തിലാണോ ആളുകൾ ഓടിക്കൂടുന്നത്, അതോ ഇപ്പോഴും അപ്പം തിന്നു പോകാനാണോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് അവസാനം അത് പറയുന്നത്,
ഈ ഓട്ടം ചാട്ട കൊണ്ടൊന്നുമല്ല, ബുദ്ധൻ കൊണ്ടുമല്ല, ഇത് രണ്ടുമല്ല എന്ന് ഈ കൂടുന്നവൻ, ഓടാൻ വരുന്നവൻ തിരിച്ചറിയണം. ഈ 3 പോയിന്റ് ഞാൻ ഒന്ന് എടുത്തുദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആദ്യത്തേത് നമുക്ക് കൂടുതൽ സ്വീകാര്യമാകുന്നത്, ഉത്രാട രാത്രി സ്വീകാര്യമാകുന്നത്, അവിടുത്തെ ഒരു പോയിന്റ് പ്രത്യേകമായിട്ട് ഞാൻ പറയട്ടെ. ഇന്ന് ഈ ചെറുപ്പക്കാരും മോശക്കാരൊന്നുമല്ല, യൂത്തും അല്ലെങ്കിൽ ന്യൂ ജനറേഷനും ഒക്കെ നല്ലവർ തന്നെയാണ്. ഒരുപാട് നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ആളുകളെയൊക്കെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്തൊന്നും തർക്കമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഈ ഓൾഡ് ജനറേഷൻ, പ്രത്യേകിച്ച് പേരൻസോ ഗ്രാൻഡ് പേരൻസോ, ഇവരുടെ വികാരം എന്താണെന്ന് ശരിക്ക് ഈ പുതിയ തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? അവിടെയാണ് അതിനൊരു പ്രശ്നം. അത് അവരെ കൊണ്ട് പറ്റിയൊന്നുമില്ല. അപ്പൊ നമ്മൾ ഉൾക്കൊണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. നമ്മുടെയൊക്കെ അപ്പനെയും വല്യപ്പനെയും അല്ലെങ്കിൽ വല്യമ്മയെയും ഒക്കെ അവരൊക്കെ ആഗ്രഹിച്ചതുപോലെ സംരക്ഷിച്ചു കാണുമോ? അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇഷ്ടമനുസരിച്ചായിരുന്നോ നമ്മൾ വർത്തമാനം പറഞ്ഞത്? ഒരു പക്ഷേ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, ഞാനും ചില വീഴ്ചകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ മക്കളിൽ നിന്ന് നമ്മളോട് കൂടുതൽ പ്രതീക്ഷിക്കാൻ തരമുണ്ട് എന്നൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്. ഓക്കെ, അങ്ങനെ ഈ അവർക്കത് തിരിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കിപ്പൊ തിരിയുന്നത് നമ്മളിപ്പോ ഒരു അപ്പനായതുകൊണ്ടോ വല്യപ്പനായതുകൊണ്ടോ വല്യമ്മയായതുകൊണ്ടോ അമ്മയായതുകൊണ്ടോ ആണ് നമുക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നത്. അവർക്ക് ഒരു കാലം തിരിയും, കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ അവരും ഈ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞേക്കാം. പിന്നെ ഇനി കാലം മാറുമ്പോൾ ഇവിടുത്തെ രൂപഭാവങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ കൾച്ചറൊക്കെ മാറിപ്പോയാൽ അറിഞ്ഞുകൂടാ. ഏതായാലും കൊള്ളാം, അങ്ങനെ ആകാൻ സാധ്യത ഏറെ ഉണ്ട് എന്ന് നമുക്കിപ്പൊ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആ അമ്മ പ്രതീക്ഷിക്കുന്നത് എന്നോടൊപ്പം ഇവര് ഇച്ചിരി ദിവസം, 1-2 ദിവസമെങ്കിലും ഒന്ന് നിന്നിരുന്നെങ്കിൽ. പിന്നെ നോക്കിക്കേ, ഇന്നാണെങ്കിൽ നമ്മള് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ, ഇപ്പൊ നമ്മളാണേലും ഒരു ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ വീട്ടുകളിലെ പരിപാടിക്ക് പോലും ഒക്കെ നമ്മൾ കാറ്ററിംഗുകാരെ, ഔട്ട്ഡോർ കാറ്ററിംഗ്, അതിലേക്കാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ അമ്മ നോക്കി, അവിടെ കായ വറക്കുന്നു, ഇപ്പോഴും ആ പഴമ. അതെ, നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരു ഹോട്ടലിൽ ഓർഡർ ചെയ്തു പരിപാടി കൊണ്ടുവന്ന് കഴിച്ചാൽ മതിയെന്ന്. ഇപ്പൊ അവർക്കത് പോരാ. നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയത്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് കഴിക്കുമ്പോൾ അതിനുള്ള ഒരു സുഖം അത് ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മുന്തിയ ഹോട്ടലിൽ ചെന്ന് കുഴിമന്തി കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിനേക്കാൾ പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അറേബ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആണ് വലിയ സംഭവം എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഇതുപോലെയൊക്കെയുള്ള ഓണവും ക്രിസ്മസോ ഈസ്റ്ററോ ദീപാവലിയോ ഒക്കെ ഇതുപോലെയുള്ള കുടുംബ സമ്മേളനങ്ങൾക്ക്, കുടുംബ ബന്ധങ്ങൾക്ക് ഒക്കെ വഴിമരുന്നിടാനായിട്ട് ഉപകാരപ്പെടട്ടെ. ഏറ്റവും പരമപ്രധാനമായ ഒരു ഒരു ആശയം അതിൻ്റെ അകത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയത്, മരിച്ചു പോയെങ്കിലും ദേവയാനി അമ്മയ്ക്ക് രവീന്ദ്രൻ മാഷ് മാത്രമേ കൂട്ടായിട്ടുള്ളൂ. ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട. പലപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം സ്പൗസിനോട് വേണ്ട നീതി പുലർത്താറില്ല. സത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ എൻ്റെ മക്കള് എത്രമാത്രം ഉന്നതരോ വലിയവരോ നല്ലവരോ ഒക്കെയാണ്. എന്നിരുന്നാലും എനിക്ക് എന്നും താങ്ങായും തുണയായും ഉള്ളത് എൻ്റെ ജീവിത പങ്കാളി മാത്രമായിരിക്കും. അവള് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, വിഷമങ്ങൾ പലതുണ്ടായിട്ടുണ്ടാകാം. പറിച്ചെറിഞ്ഞാൽ പോലും കൂടെ നിൽക്കുന്നത് അത് മാത്രമേ ഉള്ളൂ, മരിച്ചാൽ പോലും. ഈ സത്യവും ഒരു പക്ഷേ പലരും ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ നല്ല കാലത്ത് അറിയുന്നില്ല, പരിഗണിക്കേണ്ട കാലത്ത് അറിയുന്നില്ല, പിന്നെ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ പരിതപിക്കുന്നുണ്ടാകും. പക്ഷെ സത്യം അതാണ്, ഇനിയും ജീവിക്കാൻ കിട്ടുന്ന കാലമെങ്കിലും പങ്കാളിയോട് അടുപ്പം, എൻ്റെ ജീവിത പങ്കാളി കഴിഞ്ഞിട്ട് ഏതവനും ഉള്ളൂ, എത്ര വലിയ മക്കളാണേലും കൊള്ളാം, സുഹൃത്താണേലും കൊള്ളാം, പങ്കാളിയെ കൈവിട്ട് കളിക്കരുത്. താങ്ക് യു.
താങ്ക് യു സാർ. വേറെ സുജിത്ത് എന്തെങ്കിലും പറയുന്നോ? കേട്ടോ? കേൾക്കുന്നില്ല, അഡ്മിറ്റ് ചെയ്യും. സാറേ ഞാന് ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് കയറാൻ പറ്റിയില്ല. ലാസ്റ്റ് ആണ് എനിക്ക് കണക്ട് ആയത്. ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ഇപ്പോഴാ കണക്ട് ആയത്. ഓക്കെ, അപ്പം കുഴപ്പമില്ല. ജോഷ് സാറിന്റെ കഥകളൊക്കെ സൂപ്പർ ആയിരുന്നു. സാറിന്റെ ആഖ്യാന രീതിയും ഭയങ്കര മനോഹരമായി. പ്രത്യേകിച്ച് ആദ്യത്തെ കഥയിലെ വൈകാരികമായിട്ടുള്ള അവസ്ഥകളൊക്കെ സാർ വളരെ മനോഹരമായിട്ട്, ശരിക്കും നമ്മള് ആ കഥാപാത്രത്തോടു കൂടെ ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് അത് പ്ലേസ് ചെയ്തത്. രണ്ടാമത്തെ കഥ തീർച്ചയായിട്ടും ഭയങ്കര ഫിലോസഫിക്കലാണ്. ഒത്തിരി കണ്ടന്റ് ഉണ്ട്. ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാം. ശരിക്കും കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെക്കുറിച്ച് ശരിക്കും പറയാം. പക്ഷെ സാറ് പറഞ്ഞ ആ വാക്ക് അവസാനം ഇതാണ്: ആര് പറയുന്നു, ആര് നൽകുന്നു എന്നുള്ളതൊന്നുമല്ല, നമുക്ക് അനുഭവ വേദ്യമാകുന്നതിനെയാണ് നമ്മൾ നമ്മളുടേതാക്കി സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ കൃത്യമുള്ളൊരു കാര്യമാണ്. സോ ജോഷി സാറിന് താങ്ക്സ്. ജോർജ് സാറ് കഥയൊക്കെ ആയിട്ടാണോ വന്നേ? സാറേ ഞാൻ അന്ന് കരുതിയിരുന്നില്ല. എന്നാ ഇനി കരുതിക്കോണം കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ. റോയ് സാർ, രാജു സാർ, എല്ലാവരും ചെറിയ ചെറിയ കഥകൾ. ഇന്നിപ്പം ജോഷി സാറിന് ഞാൻ 2 കഥ പറയാൻ പറഞ്ഞ കാരണം ഇഷ്ടംപോലെ സമയം കിട്ടി. അല്ലെങ്കിൽ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കഥകളൊക്കെ റെഡിയാക്കി വെച്ചോണം. എല്ലാ ചൊവ്വാഴ്ചകളും നമുക്ക് ഉള്ള കഥകളെ കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ. ഓക്കെ. ഷാനിദ് ഇപ്പൊ വന്നോളൂ അല്ലെ? കേട്ടിരുന്നോ ഷാനിദ്? ഓക്കെ. അപ്പം ജോഷ് സാർ താങ്ക് യു വെരി മച്ച്. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പറയൂ ഷാനിദ്. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. 2 കഥകൾ പറഞ്ഞിരുന്നു. കഥയുടെ സാരാംശത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നേ. കഥ കേട്ടിരുന്നോ? ഇല്ലല്ലോ. കേട്ടായിരുന്നു സാർ. നിങ്ങൾ പറയാനുണ്ടെ പറഞ്ഞോളൂ. അത് നല്ലൊരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സാർ. നമ്മുടെ സമൂഹത്തില് എങ്ങനെയൊക്കെയുള്ള ഒരു മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതിന്റെ ഒരു മെസ്സേജ് പോലെ. അതായത് നമ്മുടെ മുമ്പിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ അവർക്ക് സഹായിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജും, കൂടാതെ എല്ലാവരുടെ മുഖത്ത് സന്തോഷം കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം എന്നുള്ള ഒരു മെസ്സേജൊക്കെയാണ് എനിക്ക് ഈ കഥകൾ കേട്ടപ്പോൾ തോന്നിയത് സാർ. ഓക്കെ. ഷാനിദും കഥയൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം പറയാൻ റെഡിയാണ് കേട്ടോ, വല്ലപ്പോഴും ഒക്കെ. കഥയൊന്ന് നറേറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മള് ജോഷി സാർ പറഞ്ഞ പോലെ കഥ പറയാനുള്ള ഒരു വലിയൊരു പഠന കളരിയാണിത്. അപ്പൊ നമുക്ക് കഥകൾ അതിന്റെ വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് പറയാൻ നമുക്ക് പ്രാക്ടീസ് കൂടെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അവയർനെസ് പ്ലാറ്റ്ഫോം എന്ന നിലയിൽ അതിനൊരു അവസരം കൂടെ കൂട്ടിയാണ് കേട്ടോ. ഓക്കെ. സോ ജോഷി സാർ താങ്ക് യു വൺസ് അഗെയിൻ. അപ്പൊ നമുക്ക് സാറേ ഇത് നമ്മള് മോള് UK-ലാണ്. അവള് ഇപ്രാവശ്യം എന്താ ചെയ്താ അറിയാം സാറേ? 10 വയസ്സുള്ള പേരക്കുട്ടികളാണ്. അവർക്ക് നേരത്തെ സ്കൂൾ അടക്കുമല്ലോ. അപ്പൊ അച്ഛനും അമ്മമ്മയും സന്തോഷിക്കട്ടെ എന്ന് വെച്ചിട്ട് അവരെ മാത്രം ഫ്ലൈറ്റിന് വിട്ടിട്ട് അവളെ 2 ആഴ്ച ലീവിന് അവനും ഭർത്താവ് പിന്നീട് വന്ന്. അത് നമുക്കൊരു വല്ലാത്ത അനുഭവമായിരുന്നു സാറേ. കാരണം ഇഷ്ടം പോലെ അവര് സ്നേഹിച്ചോട്ടേന്ന്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സുജിത്തിന്റെ ക്ലാസ് 8:45 ഇപ്പൊ സമയത്തിന് 8:20 ഓക്കെ. നമുക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് വീണ്ടും റീലോഗിൻ ചെയ്യാം. ഓക്കെ. താങ്ക് യു. ജോഷ് സാർ ഒന്നുമില്ലല്ലോ പറയാൻ? വേറെ വല്ലവർക്കും പറയാനുണ്ടെങ്കിൽ എല്ലാരും ഇറങ്ങി പോയോ? ഇല്ല, എല്ലാരും പറഞ്ഞു സാർ. എല്ലാരും പറഞ്ഞു. സാർ ഇനിയുള്ള ക്ലാസ് എത്ര മണിക്കാണ് സാർ? ഇനി 8:45 സെയിം ലിങ്ക്. ഓക്കെ സാർ. ഓക്കെ, ബൈ. എനിക്കൊന്നും പറയാനില്ല. വേറെ എല്ലാം പറഞ്ഞു. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ് സാർ. Yes, sir.